ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 9ാമത്തെ പാഠഭാഗമായ വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെന്നും ഇതിലെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. വീണ്ടും വീണ്ടും കൂട്ടുമ്പോഴാണല്ലേ, വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചേർത്ത് വരക്കൂ എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, 3 × 2 എന്ന് പറയുന്നത് എത്രയാണ് ഉത്തരം? 3 × 2 എന്ന് പറയുന്നത് 6. അപ്പോൾ 6ലേക്കാണ് അത് ചേർത്ത് വരച്ചിട്ടുള്ളത്. ഇനി അടുത്തത് 16 ഉത്തരം കിട്ടണമെങ്കിൽ ഇതിലെ ഏതാണ് ശരിയായിട്ടുള്ള ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കണം. ഏതാണ്? 16 ഉത്തരം കിട്ടണമെങ്കിൽ 4 × 2 പറ്റില്ല, 7 × 2 പറ്റില്ല, 6 × 4 പറ്റില്ല, 8 × 2 എത്രയാണ്? 16. അപ്പോൾ 8 × 2 നേരെ 16ലേക്ക് വരച്ചു കൊടുക്കുക. അടുത്തത് 5 × 2 ആണ്. 5 × 2 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 10 ആണ്. 10 ഏറ്റവും മുകളിലുണ്ട്, അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അടുത്തത് 8 ആണ് ഉത്തരം കിട്ടുന്നത്. 8 ഉത്തരം കിട്ടണമെങ്കിൽ 4 × 2 എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ അതിലേക്ക് വരച്ചു കൊടുക്കുക. 14 ഉത്തരം കിട്ടണമെങ്കിൽ 7 × 2 എത്രയാണ്? 14. അപ്പോൾ 14ലേക്ക് വരച്ചു കൊടുക്കുക. അടുത്തത് 18 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനിയുള്ളത് 9, 6, 9 × 2. 9 × 2 എത്രയാണ്? 18. അപ്പോൾ 18ലേക്ക് വരച്ചു കൊടുക്കുക. 3 × 3 എത്രയാണ്? 9. 9ലേക്ക് വരച്ചു കൊടുക്കുക. 24 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഏതാണ് 24 വരുന്നത്? ഇനി ഇവിടെ ആകെ 1 മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. ഏതാണ്? 6 × 4 ആണ്. 6 × 4 എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ ഇതിലേക്കും വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ചേർത്ത് വരക്ക് മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ താഴെയുള്ള അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഒളിച്ചിരിക്കുന്നത് ആര് എന്നതാണ് അടുത്ത പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഒളിച്ചിരിക്കുന്ന ആളെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ക്രിയകൾ നമ്മൾ ചെയ്തു നോക്കണം, എന്നാലാണ് ഒളിച്ചിരിക്കുന്ന ആളെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ക്രിയകൾ ചെയ്തു നോക്കാം. 8 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 4 32. അപ്പോൾ ഇവിടെ 32 നോക്കുക. 32 നിങ്ങൾ എന്ത് ചെയ്യുക? കളർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഉത്തരം വരുന്ന കളങ്ങളിൽ നിറം കൊടുക്കാനാണ്, അപ്പോൾ നിറം കൊടുക്കുക. അടുത്തത് 5 × 1 പറഞ്ഞാൽ എത്രയാണ്? 5 തന്നെയാണ്. ഇവിടെ 5 വരുന്നത് ഇവിടെയാണ്, ഇതിന് നിറം കൊടുക്കുക. അടുത്തത് 6 × 3 എത്രയാണ്? 18 ആണ്. 18 ഇവിടെയാണ് വരുന്നത്, അതിനും നിറം കൊടുക്കുക. ഓക്കെ, 1 × 2 എത്രയാണ്? 2 തന്നെയാണ്. 2 ഇതാണ്, ഇതിനും നിങ്ങൾ നിറം കൊടുക്കുക. 6 × 4 എത്രയാണ്? 24 ആണ്. 24 എവിടെയാണ് വരുന്നത് നോക്കുക. 24 വരുന്നത് ഇവിടെയാണ്, അപ്പോൾ ഇതിനും നിങ്ങൾ നിറം കൊടുക്കുക. 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8നും നിറം കൊടുക്കുക. 8 എവിടെയാണ്? 8 ഉള്ളത് ഇവിടെയാണ്, ഇതിനും നിറം കൊടുത്തു. ഇനി 7 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 × 10 70 ആണ് അല്ലേ. അപ്പോൾ 70 നോക്കുക. 70 വരുന്നത് ഇവിടെയാണ്, ഇതിനും നിങ്ങൾ നിറം കൊടുക്കുക. അടുത്തത് 6 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. 36 നോക്കുക. 36 വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്, ഇതിനും നിറം കൊടുക്കുക. ഇനി 9 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ആണ്. 45 വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ, ഇതിനും നിങ്ങൾ നിറം കൊടുക്കുക. ഈ ഒരു ഭാഗത്തിനും നിറം കൊടുക്കുക. ഓക്കെ, ഇനി 9 × 6 എന്ന് പറഞ്ഞാൽ 54 ആണ്. 54 നോക്കുക. എവിടെയാണ് 54 ഉള്ളത്? 54 ഇവിടെയാണുള്ളത്, ഇതിനും നിറം കൊടുക്കുക. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി? ഒരു ഫിഷ്, ഒരു മീനിനെ പോലെയുണ്ട് അല്ലേ. ഒളിച്ചിരിക്കുന്നത് ആരെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ആരാണ് ഒളിച്ചിരിക്കുന്നത്? മീനാണ്, അല്ലെങ്കിൽ മത്സ്യം എന്ന് എഴുതി കൊടുക്കുക. മത്സ്യം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായ പ്രവർത്തനമാണ്. ജസ്റ്റ് നമ്മളത് നല്ല ഭംഗിയിൽ നിറം കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഓരോന്നും കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. കണ്ടുപിടിക്കാമോ എന്നതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. മരം എത്ര, കിളി എത്ര? ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും. ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും. മരം എത്ര, കിളി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു 2 മരം വരച്ചു നോക്കാം. ഇതൊരു മരം, ഇത് ഒരു മരം. ഇനി എന്താണ്? ഇതിൽ ഒരു കിളി വന്നിരുന്നു. ഓക്കെ, ഇതിലും ഒരു കിളി വന്നിരുന്നു. അപ്പോൾ ഒരു കിളി ബാക്കിയായി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 3 കിളികളാണെന്ന് വിചാരിക്കുക. പക്ഷെ ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നു. അപ്പോൾ ഈ കിളി വന്നിട്ട് ഇവിടെയും ഇരുന്നു. അപ്പോഴെന്താണ്? ഒരു കിളി ബാക്കി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കിളിയല്ല ബാക്കി വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ഇവിടെ 3 മരങ്ങളാണുള്ളത്. 3 മരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ആദ്യം
ഓരോ കിളികൾ വന്നിരുന്നു. അപ്പോൾ ഒരു കിളി ബാക്കിയാണ്. അപ്പോൾ ഒരു കിളി ഇവിടെ നിന്നു. അപ്പോൾ എത്ര കിളികളുണ്ട്? 4 കിളികളുണ്ട് അല്ലേ? ഇനി 2 കിളികൾ വീതം ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കിളി ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ 2 കിളിയായി. ഈ കിളി ഇവിടെ വന്നിരുന്നു. ഇവിടെയും 2 കിളിയായി. അപ്പോൾ എന്താണ്? ഈ കിളിയിൽ ഒന്നുമില്ല, ഈ മരം ബാക്കിയായി. അപ്പോൾ ഇവിടെ എത്ര മരമാണുള്ളത്? മരം 3 എണ്ണമാണുള്ളത്. കിളികൾ ഉള്ളത് എത്രയാണ്? കിളികൾ 4 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഓരോ കിളികൾ വന്നിരിക്കുമ്പോൾ ഒരു കിളി ബാക്കിയായിരിക്കും. കാരണം 4 കിളി 3 മരം മാത്രമേ ഉള്ളൂ. ഇനി 2 കിളികൾ 2 മരത്തിലിരുന്ന ഒരു മരം അവിടെ ബാക്കിയായിരിക്കും. അടുത്തത് ഞങ്ങൾ എത്ര എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങളെ 2 വീതം കൂട്ടങ്ങളാക്കാം, 3 വീതമുള്ള കൂട്ടങ്ങളും ആക്കാം. 10-ൽ താഴെയാണ് എണ്ണം. ഞങ്ങൾ എത്ര പേർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 6 പേരാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, 6 പേരാണെങ്കിൽ ഇത് 2 എണ്ണമുള്ള കൂട്ടം, ഇത് അടുത്ത 2 എണ്ണമുള്ള കൂട്ടം, ഇത് അടുത്ത 2 എണ്ണമുള്ള കൂട്ടം. അപ്പോൾ 6 പേരെ ഇങ്ങനെ 3 കൂട്ടം, 3 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഇനി അടുത്തത് 3 വീതമുള്ള ഞങ്ങളെ കൂട്ടങ്ങളാക്കാം. അപ്പോൾ 3 എണ്ണം ഇവിടെ, 3 എണ്ണം ഇവിടെ. ഇതെന്താണ്? ഇത് 3 എണ്ണമുള്ള 2 കൂട്ടങ്ങളാക്കി. 10-ൽ താഴെയാണ്. അപ്പോൾ ഞങ്ങൾ എത്ര പേർ എന്ന് ചോദിച്ചാൽ എത്ര പേരാണ്? 6 പേരാണ് ഉള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തതായിട്ട് പായസ വിതരണം ആണ് അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. മീനുവിൻ്റെ പിറന്നാളാണ്. 3-ാം ക്ലാസ്സിലേക്ക് 4 ട്രേയിൽ പായസം കൊണ്ടുവന്നു. ഒരു ട്രേയിൽ 7 കപ്പ് പായസം ഉണ്ട്. എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? അപ്പോൾ ഒരു ട്രേയിൽ എത്രയാണുള്ളത്? 7 എണ്ണമാണല്ലേ? അപ്പോൾ ഒരു 1-ാമത്തെ ട്രേ, 2-ാമത്തെ ട്രേ, 3-ാമത്തെ ട്രേ, 4-ാമത്തെ ട്രേ, 4 ട്രേ പായസം കൊണ്ടുവന്നു. അപ്പോൾ എത്രയായി? 4 × 7 ആയി അല്ലേ? 4 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 ആണ്. നമുക്ക് ഗുണനപ്പട്ടിക അറിയാവുന്നതാണ്. അപ്പോൾ 4 × 7 എന്ന് പറഞ്ഞാൽ 28. ഇനി 2 ട്രേയിലും കൂടി പായസം കൊണ്ടുവന്നപ്പോൾ 2 കപ്പ് പായസം ബാക്കി വന്നു. അപ്പോൾ 2 ട്രേയിലും കൂടി കൊണ്ടുവന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? 2 ട്രേ പായസം അവിടെ ബാക്കിയാവുകയാണ്. 2 കപ്പ് പായസം അവിടെ ബാക്കിയായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നത് എത്രയായിരുന്നു? 4 ട്രേ ആയിരുന്നു അല്ലേ? പിന്നെ 2 ട്രേയും കൂടെ കൊണ്ടുവന്നു. അഥവാ 6 × 7 ആയിട്ട് മാറി. 6 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 ആണ് അല്ലേ? അപ്പോൾ 42-ൽ നിന്നും കൊണ്ടുവന്നപ്പോൾ 2 കപ്പ് പായസം ബാക്കിയായി. അഥവാ 40 കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? 40 കുട്ടികൾക്ക് കൊടുത്തു. ഓക്കെ, ഇനി ഇത് മറ്റൊരു രീതിയിൽ എഴുതാൻ വേണ്ടി നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി നോക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതാം നമുക്ക്? ഒരു ട്രേ കൊണ്ടുവന്നു, 2-ാമത്തെ ട്രേ, 3-ാമത്തെ ട്രേ, 4-ാമത്തെ ട്രേ, 5-ാമത്തെ ട്രേ, 6-ാമത്തെ ട്രേ. ഓക്കെ, ഈക്വൽ ടു 6 × 7 എത്രയാണ്? 42. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 42-ൽ നിന്നും 2 കുറയ്ക്കുക. അപ്പോൾ 40 എന്ന് കിട്ടും. ഓക്കെ, എത്ര ട്രേയിൽ പായസം കൊണ്ടുവന്നു? എത്ര ട്രേയിലാണ് പായസം കൊണ്ടുവന്നിട്ടുള്ളത്? 6 ട്രേയിൽ കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ അവിടെ 6 എന്ന് എഴുതി കൊടുക്കുക. ഒരു ട്രേയിൽ എത്ര കപ്പ് പായസം? എത്രയാണ്? 7 കപ്പ് പായസമാണുള്ളത്. ആകെ എത്ര കപ്പ് പായസം? 6 × 7 എന്ന് പറയുന്നത് 42 ആണ്. 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അപ്പോൾ എത്രയായിരിക്കും? 40 കുട്ടികൾ ആയിരിക്കും. ഓക്കെ, 40 കുട്ടികൾ. ഇനി അടുത്തത് ഇവിടെ സൈഡിൽ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ പറയുന്നത്? 3 × 7 21, 4 × 7 എന്ന് പറയുന്നത് 28, 5 × 7 എത്രയാണ്? 5 × 7 എന്ന് പറയുന്നത് 35, 6 × 7 42, 7 × 7 എന്ന് പറയുന്നത് എത്രയാ? 49, 8 × 7 ഈക്വൽ ടു 56, 9 × 7 സമം 63, 10 × 7 സമം 70. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു 7-ൻ്റെ ഗുണനപ്പട്ടികയാണ് നിങ്ങളവിടെ ഫുള്ളാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് പോവാം. 2-ാം ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ 10 ട്രേ പായസം വേണ്ടി വന്നു. എത്രയാണ്? 10 ട്രേ പായസം 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ 2-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഞാൻ കണക്കാക്കിയ രീതിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2-ാം ക്ലാസ്സിലേക്ക് എത്ര കുട്ടികൾക്കാണ് കൊടുത്തിട്ടുള്ളത്? 10 ട്രേ ആണല്ലേ? അപ്പോൾ അവിടെ 10-നെ എന്തുകൊണ്ട് ചെയ്യുക? നമുക്ക് 10-നെ 7 കൊണ്ട് നമ്മൾ ഗുണിക്കുക. എത്ര കിട്ടും? 70. അപ്പോൾ അവിടെ എത്ര കുട്ടികളുണ്ട്? ആകെ കുട്ടികൾ എത്രയാണ്?
സമം 70. ആകെ 70 കുട്ടികളാണ് അവിടെ ഉള്ളത്. ഇനി ഒരു ട്രേയിൽ 4 കപ്പ് പായസം വീതം 7 ട്രേയിൽ എത്ര കപ്പ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഒരു ട്രേയിൽ 4 കപ്പ്. അപ്പോൾ പായസം 7 ട്രേയിൽ എത്ര കപ്പ് ഉണ്ടായിരിക്കും? 7 × 4 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? 7 × 4 എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ നോക്കിയാൽ മതി. എത്രയാണ് 7 × 4 എന്ന് പറയുന്നത്? 28 ആണ് അല്ലേ? 28. 7 × 4 4 × 7 എല്ലാം സമം തന്നെയാണ്. അപ്പോൾ 28 എന്ന് കിട്ടും. ഇനി ഇവിടെ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. ആഴ്ചപ്പാട്ട് 7 ദിനങ്ങൾ ചേരുമ്പോൾ ആഴ്ചയൊന്നു പിറക്കുന്നു. ആഴ്ചകൾ 2 ഉണ്ടെന്നാലോ ദിനങ്ങൾ എത്ര പറയാമോ? പറയാൻ ഞങ്ങൾ പറയാമേ. ദിനങ്ങളെല്ലാം 14. എത്ര ഉണ്ടാവും? 2 ആഴ്ചയാകുമ്പോൾ 14 ദിവസം ഉണ്ടാവും അല്ലേ? 3 ആഴ്ചയാകുമ്പോൾ 14 എന്നുള്ളത് 21 ആയിട്ട് മാറും. ഇനി ഇവിടെ താഴെ നോക്കൂ. ഇവിടെ 7 കപ്പ് വീതം 4 തവണ എന്ന് പറയുന്നത്, അഥവാ 4 × 7 28. ഇനി 4 കപ്പ് വീതം 7 തവണയാണെങ്കിലും അവിടെ എത്ര തന്നെ ആയിരിക്കും? 7 × 4 28 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും അവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 28 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിന് താഴെയുള്ളത് നോക്കാം. തണൽ കുടുംബശ്രീ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ തണൽ കുടുംബശ്രീ യൂണിറ്റ് കുട നിർമ്മിക്കുന്നുണ്ട്. മീനുവിൻ്റെ അമ്മയും ഈ യൂണിറ്റിലെ അംഗമാണ്. അവർക്ക് 11 കുടക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. 3 കുട ഉണ്ടാക്കാനുള്ള കുടക്കമ്പി വീട്ടിലുണ്ട്. ഒരു കുടക്ക് 8 കമ്പികളാണ് വേണ്ടത്. വീട്ടിൽ എത്ര കുടക്കമ്പികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുട ഉണ്ടാക്കാൻ എത്ര വേണം? 8 കമ്പികളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യത്തെ 8, രണ്ടാമത്തെ കുടക്ക് 8, മൂന്നാമത്തെ കുടക്ക് 8. അഥവാ ഇവിടെ 3 8 ആണുള്ളത് അല്ലേ? അപ്പോൾ 3 × 8, 3 × 8 എത്രയാണ്? 24 എന്ന് കിട്ടും. അപ്പോൾ 24 എണ്ണമാണ് ഉള്ളത്. ബാക്കി 8 കുടക്കുള്ള കുടക്കമ്പികൾ വാങ്ങാനായി അമ്മയോടൊപ്പം മീനുവും പോയി. എത്ര കുടക്കമ്പികൾ വാങ്ങണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ വേണ്ടത് എത്രയാണ്? 8 കുടയാണ്. 3 കുടക്കുള്ളത് ഇവിടെ കിട്ടി. അപ്പോൾ 11 നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള 8 കുടക്കമ്പികളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 8 × 8 കുടക്കമ്പികൾ വേണം. 8 × 8 എത്രയാണ്? 64 ആണ് അല്ലേ? 64 ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ കണക്കാക്കിയ രീതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 8 × 8 എന്ന് കൊടുക്കാം. 8 × 8 64. കൂട്ടുകാർ കണക്കാക്കിയ രീതി എങ്ങനെ എഴുതാം? നമുക്ക് 8നെ 8 തവണ കൂട്ടിയിട്ട് എഴുതാം. 2 3 4 5 6 7 8 എത്ര കിട്ടും? 64 എന്ന് തന്നെ കിട്ടും. ഓക്കെ, രണ്ടും 64 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 11 കുടക്ക് ആകെ എത്ര കുടക്കമ്പികൾ വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 11 കുടക്കമ്പികളാണ് ആകെ വേണ്ടത്. അതിൽ എന്ത് ചെയ്തു നമ്മൾ? 8 എണ്ണത്തിന് വേണ്ടത് നമ്മൾ പറഞ്ഞു 64 എണ്ണമാണെന്ന് പറഞ്ഞു. 3 എണ്ണത്തിന് വേണ്ടത് 24 എണ്ണമാണ് അല്ലേ? അപ്പോൾ ആകെ എത്ര വേണം എന്ന് കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 64ഉം പ്ലസ് എന്ത് ചെയ്യുക? 24ഉം കൂടെ നമ്മൾ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര വേണം? 88 എണ്ണം വേണം. ഓക്കെ, അപ്പോൾ 88 എണ്ണമാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 64, ഈ രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു രീതി നമുക്ക് എങ്ങനെ എഴുതാം? ആകെ വേണ്ടത് എത്രയാണ്? ആകെ വേണ്ടത് 11 എണ്ണമായിരുന്നു അല്ലേ? അപ്പോൾ 11 × 8 എത്രയാണ്? 88 എന്ന് നമുക്ക് ഉത്തരവും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് ഉത്തരം മനക്കണക്കായി നോട്ട് ബുക്കിൽ എഴുതാനാണ് അടുത്തതായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഒരു പാക്കറ്റ് ക്രയോണിൻ്റെ വില 8 രൂപയാണ്. ഇത്തരത്തിൽ 6 പാക്കറ്റ് ക്രയോൺ വാങ്ങാൻ എത്ര രൂപ വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് ക്രയോണിന് എത്ര രൂപ കൊടുക്കണം? 8 രൂപ കൊടുക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്രയോൺ വാങ്ങി 8 രൂപ, രണ്ടാമത്തെ ക്രയോൺ 8 രൂപ, മൂന്നാമത്തെ ക്രയോൺ 8, നാലാമത്തെ ക്രയോൺ 8, അഞ്ചാമത്തെ ക്രയോൺ 8, ആറാമത്തെ ക്രയോൺ 8. ഇപ്പോൾ ഇവിടെ എത്രയായി? 6 എണ്ണമായാലും, അഥവാ 6 × 8 ആയി. 6 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 48. അപ്പോൾ 48 രൂപയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. മീനുവിൻ്റെ സ്കൂളിലേക്ക് ഒരു പേപ്പർ കട്ടർ വേണം. ഓക്കെ, ഒന്നിന് 7 രൂപയാണ് വില. ആകെ എത്ര രൂപയാകും? അപ്പോൾ എത്ര പേപ്പർ കട്ടർ വേണം? 8 എണ്ണം വേണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു പേപ്പർ കട്ടർ, 2 പേപ്പർ കട്ടർ, 3 എണ്ണം, 4 എണ്ണം, 5 എണ്ണം, 6 എണ്ണം, 7 എണ്ണം.
ഓക്കെ 8 എണ്ണം അല്ലേ 8 എണ്ണം. അപ്പോൾ എത്ര 8 7 8 പ്രാവശ്യമായാലും അഥവാ 8 × 7 അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും കൂട്ടിനേക്കാൾ പകരം നമ്മൾ എന്ത് ചെയ്തു അതിനെ ഗുണിക്കുകയാണ് ചെയ്തത്. എത്രയാവും 8 × 7 56 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ അടുത്തത് ഒരു കേക്കിനെ 8 കഷ്ണമായി മുറിക്കാം. ഓക്കെ 5 കേക്ക് വാങ്ങി കഷ്ണങ്ങളാക്കി എത്ര കഷ്ണം കേക്ക് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കേക്കിനെ എന്താണ് പറയുന്നത് 8 കഷ്ണങ്ങളാക്കാം എന്നാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ കേക്കിന് 8 എണ്ണമാക്കി, രണ്ടാമത്തെ കേക്കിന് 8 ആക്കി, മൂന്നാമത്തെ കേക്കിന് 8, നാലാമത്തെ കേക്കിന് 8, അഞ്ചാമത്തെ കേക്കിന് 8 അഥവാ 5 × 8 ഓരോ കേക്കിനെയും 8 കഷ്ണങ്ങളാക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും 40 കഷ്ണങ്ങൾ അവിടെ കിട്ടും. ഓക്കെ ഇനി 127 പേജിലെ ചെസ് ബോർഡിൻ്റെ ചിത്രം കണ്ടല്ലോ. ആ ചെസ് ബോർഡ് നമ്മൾ ശ്രദ്ധിക്കുക. ചെസ് ബോർഡിൽ എത്ര കളങ്ങളിലാണ് കരുക്കൾ ഉള്ളത്? എത്രയാണ് 8 കളങ്ങളിലാണുള്ളത്. അതുപോലെ ചെസ് ബോർഡിൽ ആകെ എത്ര കളങ്ങളുണ്ട്? 8 കളങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ അപ്പോൾ ടോട്ടൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അതിനെ? നമുക്ക് അറിയാം ഇങ്ങോട്ടും 8 ഉണ്ടായിരിക്കും, ഇങ്ങോട്ടും 8 ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 8ഉം 8 × 8 ആയി, അല്ലെങ്കിൽ 8നെ 8 തവണ നമ്മൾ കൂട്ടി നോക്കണം. 8 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 64 കളങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇനി വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നും ക്രെയിനുമായി വന്ന കപ്പൽ യാത്രക്ക് 3 ആഴ്ച എടുത്തു. എത്ര ദിവസമാണ് കപ്പൽ യാത്ര ചെയ്തത് എന്നാണ് അടുത്തതായിട്ട് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ്? ഒരു ആഴ്ച എന്ന് പറയുന്നത് എത്രയാണ്? 7 ദിവസമാണ് അല്ലേ. അപ്പോൾ ഒരു ആഴ്ച സമം 7 ദിവസം. അപ്പോൾ ഇവിടെ എത്ര ആഴ്ച എടുത്തു? എടുത്ത ആഴ്ചകൾ 3 ആഴ്ചയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 × 7 ചെയ്താൽ മതി. 3 × 7 എത്രയാണ്? 21. അപ്പോൾ 21 ദിവസങ്ങളാണ് അവർ യാത്രക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ 21 ദിവസങ്ങൾ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ബന്ധങ്ങൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് പൂർത്തിയാക്കി കൊടുക്കാം. ഇവിടെ നോക്കൂ 1 8 1 × 8 ആണ് അല്ലേ. അതുപോലെ 2 1 × 8 2 × 8 ആണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ 3 × 8 ആണ് ഇവിടെ വരുന്നത്. 3 × 8 എത്രയാണ്? 24. ഇനി 4 × 8 ആണ് ഇവിടെ വരുന്നത്. എത്രയാണ്? 32. ഇവിടെ 40 വരുന്നത് 5 × 5 × 8 40. 6 × 8 എത്രയാണ്? 48. 7 × 8 എന്ന് പറയുന്നത് 56. 8 × 8 എന്ന് പറയുന്നത് 64. 9 × 8 എന്ന് പറയുന്നത് 72. 10 × 8 എന്ന് പറയുന്നത് 80. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? താഴത്തേത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. 1 × 7 7, 2 × 7 14, 3 × 7 എന്ന് പറയുന്നത് 21, 4 × 7 എന്ന് പറയുന്നത് 28, 5 × 7 എന്ന് പറയുന്നത് 35. ഇവിടെ 6 × 7 ആണ് 42, 7 × 7 49, 8 × 7 എന്ന് പറയുന്നത് 56, 9 × 7 എന്ന് പറയുന്നത് 63, 10 × 7 എന്ന് പറയുന്നത് 70. അപ്പോൾ ഇത് 7ൻ്റെയും 8ൻ്റെയും എന്താണ് നമ്മുടെ ഗുണന പട്ടികയാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കി ജസ്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് 134 പ്രവർത്തനമാണ്. കുട ഉണ്ടാക്കുന്നവർക്ക് സമൂസ വാങ്ങാനായി മീനുവിൻ്റെ അച്ഛനും അനുജനും കടയിലെത്തി. ഒരു സമൂസക്ക് 9 രൂപയാണ് വില. അച്ഛൻ 8 സമൂസ വാങ്ങി. കച്ചവടക്കാരന് എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സമൂസയുടെ വില സമം എത്ര രൂപയാണ്? 8 രൂപ. അപ്പോൾ ആകെ വാങ്ങിയ സമൂസ എത്ര സമൂസ വാങ്ങി? 8 സമൂസയാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? അല്ല ഒരു സമൂസയുടെ വില 8 അല്ല അല്ലേ. ഒരു സമൂസക്ക് 9 രൂപയാണ്. 9 രൂപ. അപ്പോൾ ആകെ വില എങ്ങനെ കണക്കാക്കാം നമുക്ക്? ആകെ വില സമം 9 × 8
8. ഓക്കെ, 9 ഇൻറ്റു 8 അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് 9നെ 8 തവണ നമുക്ക് കൂട്ടി നോക്കാം. 9 9 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂട്ടാം. 9 ഇൻറ്റു 8 എത്രയാണ്? 72. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 9 + 9 + 1 2 3 4 5 6 7 8. ഓക്കെ, ഈക്വൽ ടു 9 ഇൻറ്റു 8 72. ഇങ്ങനെയും നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീണ്ടും കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഗുണിച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇതിന് താഴെ നോക്കാം. ഇവിടെ പറയുന്നുണ്ട് 3 ഇൻറ്റു 9 എത്രയാണ്? 3 ഇൻറ്റു 9 എന്ന് പറയുന്നത് 27 ആണ് അല്ലേ. അപ്പോൾ അവിടെ 27 എന്ന് എഴുതാം. 5 ഇൻറ്റു 9 എത്രയാണ്? 45. 7 ഇൻറ്റു 9 63. 9 ഇൻറ്റു 9 81. നമുക്ക് ഗുണനപ്പട്ടിക അറിയാവുന്നതാണ്, ജസ്റ്റ് അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി 2 9 ചേർന്നാൽ 2 ഇൻറ്റു 9 18. 4 9 ചേർന്നാലോ? 4 ഇൻറ്റു 9 എത്രയാണ്? 36. 6 9 ചേർന്നാൽ 6 ഇൻറ്റു 9 54. ഇനി ഇവിടെ 8 ഇൻറ്റു 9 ആണല്ലോ. അപ്പോൾ അവിടെ ചേരുന്നത് എത്രയാണ്? 8 9 ആണ്. 8 9 ചേർന്നാൽ 8 ഇൻറ്റു 9 72 എന്ന് വരും. ഓക്കെ, 8 ഇൻറ്റു 9 72. ഇനി അടുത്തത് എന്താണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്? അടുത്തത് തന്നിട്ടുള്ളത് 10 ഇൻറ്റു 9 ആണല്ലേ. അപ്പോൾ 10 9 ചേർന്നാൽ എന്നുള്ളതാണ്. 10 9 ചേർന്നാൽ എത്രയാണ്? 10 ഇൻറ്റു 9 90. അടുത്തത് 50 ഇൻറ്റു 9 ആണല്ലോ. അപ്പോൾ അവിടെ എന്താണ്? 50 9 ചേർന്നാൽ 50 ഇൻറ്റു 9 എത്ര വരും? 5 ഇൻറ്റു 9 എത്രയാണ്? 45 അല്ലേ. അതിൻ്റെ കൂടെ 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 450 എന്ന് കിട്ടും. അടുത്തത് 100 ഇൻറ്റു 9 ആണ്. അപ്പോൾ ഇവിടെ 100 9 ചേർന്നാൽ എന്ന് എഴുതുക. 100 ഇൻറ്റു 9 എത്രയാണ്? 10 ഇൻറ്റു 9 90 ആണ്. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 900 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കേണ്ടത്, വേറെ അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാൻ നമുക്ക്. അടുത്തത് ഗുണിച്ചു കളിക്കാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ക്രിയകളുടെ ഉത്തരം നോട്ട് ബുക്കിൽ കളം വരച്ചെഴുതൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരം ആദ്യം നമുക്കൊന്ന് എഴുതി നോക്കണം. ഓക്കെ, ഉത്തരം നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ഇവിടെയുള്ള നോക്കൂ, 1 ഇൻറ്റു 1 2 ഇൻറ്റു 1 3 ഇൻറ്റു 1 അതാണ് 1-ൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. 2-ൽ കൊടുത്തിട്ടുള്ളത് 1 ഇൻറ്റു 2 2 ഇൻറ്റു 2 3 ഇൻറ്റു 2 4 ഇൻറ്റു 2 5 ഇൻറ്റു 2 6 ഇൻറ്റു 2 7 ഇൻറ്റു 2 8 ഇൻറ്റു 2 9 ഇൻറ്റു 2. പിന്നെന്തായിരിക്കും? 10 ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് 10 ഇൻറ്റു 2. ഇനി അടുത്തത് നോക്കൂ, 1 ഇൻറ്റു 3 2 ഇൻറ്റു 3 3 ഇൻറ്റു 3 4 ഇൻറ്റു 3 5 ഇൻറ്റു 3 6 ഇൻറ്റു 3 7 ഇൻറ്റു 3 8 ഇൻറ്റു 3. അടുത്തത് 9 ഇൻറ്റു 3 പിന്നെ 10 ഇൻറ്റു 3. ഇനി അടുത്തത് വരുന്നതോ? അടുത്തത് 1 ഇൻറ്റു 4 ആണല്ലോ. 1 ഇൻറ്റു 4 2 ഇൻറ്റു 4 3 ഇൻറ്റു 4 4 ഇൻറ്റു 4 5 ഇൻറ്റു 4 6 ഇൻറ്റു 4 7 ഇൻറ്റു 4 പിന്നെ വരുന്നത് 8 ഇൻറ്റു 4. അപ്പോൾ 8 ഇൻറ്റു 4 പിന്നെ 9 ഇൻറ്റു 4 10 ഇൻറ്റു 4. ഇനി 5-ൻ്റേതാണ്. അപ്പോൾ ഇവിടെ 6 വരെയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് 7 ഇൻറ്റു 5 എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞാൽ 8 ഇൻറ്റു 5 9 ഇൻറ്റു 5 10 ഇൻറ്റു 5. അടുത്തത് നോക്കൂ, 6-ൻ്റേതാണ്. 1 ഇൻറ്റു 6 2 ഇൻറ്റു 6 3 ഇൻറ്റു 6 4 ഇൻറ്റു 6 5 ഇൻറ്റു 6 ദെൻ 6 ഇൻറ്റു 6 7 ഇൻറ്റു 6 8 ഇൻറ്റു 6 9 ഇൻറ്റു 6 10 ഇൻറ്റു 6. ദെൻ 7 ആണ്. 1 ഇൻറ്റു 7 2 ഇൻറ്റു 7 3 ഇൻറ്റു 7 4 ഇൻറ്റു 7 ദെൻ 5 ഇൻറ്റു 7 6 ഇൻറ്റു 7 7 ഇൻറ്റു 7 8 ഇൻറ്റു 7 പിന്നെ എത്രയാണ്? 9 ഇൻറ്റു 7 10 ഇൻറ്റു 7. ഇനി അടുത്തത് 8-ൻ്റേതാണ്. ഇവിടെ 3 ഇൻറ്റു 8 വരെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 4 ഇൻറ്റു 8 5 ഇൻറ്റു 8 6 ഇൻറ്റു 8 7 ഇൻറ്റു 8 8 ഇൻറ്റു 8 9 ഇൻറ്റു 8 10 ഇൻറ്റു 8. പിന്നെന്താണ്? 9-ൻ്റേതാണല്ലേ. 1 ഇൻറ്റു 9 2 ഇൻറ്റു 9 അത് കഴിഞ്ഞാൽ 3 ഇൻറ്റു 9 4 ഇൻറ്റു 9 5 ഇൻറ്റു 9 6 ഇൻറ്റു 9 10 ഇൻറ്റു 9 11 ഇൻറ്റു 9 12 ഇൻറ്റു 9 സോറി 6 കഴിഞ്ഞ് 7 ആണല്ലേ. 7 ഇൻറ്റു 9
8 ഇൻറ്റു 9 9 ഇൻറ്റു 9 10 ഇൻറ്റു 9. ഇനി 10ൻ്റേത് അവിടെ ഫുള്ള് കൊടുത്തിട്ടുമുണ്ട്. ഇനി ഈ ക്രിയകളുടെ ഉത്തരം നോട്ട് ബുക്കിൽ കളം വരച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഉത്തരം നിങ്ങളൊന്ന് ജസ്റ്റ് കളം വരച്ചിട്ട് എഴുതുക. ഇനി ഇവിടെ നിറം കൊടുത്ത കളങ്ങളിലെ ഉത്തരം കണക്കാക്കി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ആദ്യം ഏതായിരുന്നു 1 ഇൻറ്റു 1 അല്ലേ? 1 ഇൻറ്റു 1ൻ്റെ ഉത്തരം എത്രയാണ്? 1 തന്നെയാണ്. പിന്നെയുള്ളത് 2 ഇൻറ്റു 2 2ആണ് ഉത്തരം. 2 ഇൻറ്റു 2 ആണ്. 2 ഇൻറ്റു 2ൻ്റെ ഉത്തരം എത്രയാണ്? 4 ആണ്. 3 ഇൻറ്റു 3ൻ്റെ ഉത്തരം 9 ആണ്. 4 ഇൻറ്റു 4ൻ്റെ ഉത്തരം എത്രയാണ്? 16 ആണ്. 5 ഇൻറ്റു 5ൻ്റെ ഉത്തരം 25. 6 ഇൻറ്റു 6ൻ്റെ ഉത്തരം 36. 7 ഇൻറ്റു 7ൻ്റെ ഉത്തരം 49. 8 ഇൻറ്റു 8ൻ്റെ ഉത്തരം 64. അതുപോലെ തന്നെ 9 ഇൻറ്റു 9ൻ്റെ ഉത്തരം 81. 10 ഇൻറ്റു 10ൻ്റെ ഉത്തരം 100. ഇനി ഇതിന് താഴെയുള്ള ചോദ്യം എന്ന് പറയുന്നത് 8ാമത്തെ വരിയിലെ ഉത്തരങ്ങൾ എഴുതുക, അവയുടെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 8ാമത്തെ വരി എന്ന് പറയുന്നത് ഇതാണ്. അവിടെ 1 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് 16. 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് 24. 4 ഇൻറ്റു 8 എന്ന് പറയുന്നത് 32. 5 ഇൻറ്റു 8 എന്ന് പറയുന്നത് 40. 6 ഇൻറ്റു 8 എന്ന് പറയുന്നത് 48. 7 ഇൻറ്റു 8 എന്ന് പറയുന്നത് 56. ദെൻ 8 ഇൻറ്റു 8 എന്ന് പറയുന്നത് 64. 9 ഇൻറ്റു 8 എന്ന് പറയുന്നത് 72. 8 ഇൻറ്റു 8 എന്ന് പറയുന്നത് 80. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് 8ൻ്റെ ഗുണന പട്ടികയാണ് അല്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞു. ഇനി നമുക്ക് 136ാമത്തെ പേജിലേക്ക് കടക്കാം. ഇവിടെ സ്വിച്ച് ഇടൂ ബൾബ് കത്തിക്കൂ എന്നാണ് പറയുന്നത് അല്ലേ? മീനു ഗണിതമേളക്കായി ചെയ്തത് നോക്കൂ. സ്വിച്ചിന് താഴെയുള്ള ക്രിയകളുടെ ഉത്തരം വരുന്ന ബൾബുകൾക്ക് സ്വിച്ചിൻ്റെ നിറം കൊടുക്കുക, സ്വിച്ചും ബൾബും വരച്ച് യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ളത് 3 ഇൻറ്റു 9 ആണല്ലേ? 3 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണല്ലേ? അപ്പോൾ ഏതാണ് ഇവിടെ നിറം എന്ന് പറയുന്നത്? പച്ചയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 27 എന്ന് പറയുന്ന ബൾബിന് നമുക്ക് പച്ച നിറം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് പച്ച നിറം കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്ത എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ആണ്. 5 ഇൻറ്റു 5 എത്രയാണ്? 25 ആണല്ലേ? അപ്പോൾ 25ൻ്റെ ബൾബ് ഇതാണ്. അപ്പോൾ ഇതിന് ചുവപ്പ് നിറം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സ്വിച്ചിലേക്ക് വരച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി 7 ഇൻറ്റു 3 ആണ്. 7 ഇൻറ്റു 3 എത്രയാണ്? 7 ഇൻറ്റു 3 21 ആണ്. അപ്പോൾ 21 എന്നുള്ള ഈ ബൾബിന് നിങ്ങൾ മഞ്ഞ നിറം കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 6 ഇൻറ്റു 6 ആണ്. 6 ഇൻറ്റു 6 എത്രയാണ്? 36 ആണല്ലേ? അപ്പോൾ ഈ ബൾബിന് 36 എന്നുള്ള ബൾബിന് നീല നിറം കൊടുക്കുക. 36ലേക്ക് നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് 9 ഇൻറ്റു 9 ആണ് പറയുന്നത്. 9 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്? 81 ആണല്ലേ? അപ്പോൾ 81, ഇത് ഓറഞ്ച് നിറമാണ്. നമ്മളുടെ കയ്യിൽ ഓറഞ്ച് നിറം ഇല്ല. അപ്പോൾ നമുക്ക് യെല്ലോയും ചുവപ്പും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി 6 ഇൻറ്റു 18 ആണ്. 6 ഇൻറ്റു 18 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. അതിന് ഈ ഒരു നിറമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഈ നിറം കൊടുക്കുന്നു. അപ്പോൾ ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ആൻസേഴ്സ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ക്രിക്കറ്റ് മത്സരമാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ക്രിക്കറ്റ് മത്സരത്തിൽ മീനുവിൻ്റെ ചേച്ചി 11 സിക്സറും 6 റണ്ണ് 15 ബൗണ്ടറിയും അഥവാ 4 റണ്ണ് അടിച്ചു. ആകെ എത്ര റൺസാണ് ഇങ്ങനെ കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? 11 സിക്സ് ആണല്ലേ? അപ്പോൾ 11 സിക്സ് എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 6 എത്ര കിട്ടും? 10 ഇൻറ്റു 6 60. പിന്നെ 1 ഇൻറ്റു 6 എന്ന് പറയുന്നത് 6. 60 പ്ലസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം അല്ലേ? 10 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 6 സമം 60 പ്ലസ് 6 ഈക്വൽ ടു 66. ഇനി എന്താണ്? 15 ബൗണ്ടറിയാണ് അടിച്ചിട്ടുള്ളത്. 15 ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 4 റൺസിൻ്റേതാണ് അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 4 പ്ലസ് എന്ത് വേണം? 5 ഇൻറ്റു 4. 10 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ് അല്ലേ?
പ്ലസ് 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20. അപ്പോൾ മൊത്തം എത്രയായി? 60. ഇനി ആകെ എത്രയാണെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 66 പ്ലസ് 60 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 126 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആകെ എത്രയാണ് കിട്ടിയത് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? 126 എന്ന് എഴുതി കൊടുക്കുക. ഇനി സിക്സറുകളിൽ നിന്നും കിട്ടിയ റൺസ് 10 പ്രാവശ്യം സിക്സ് എറിഞ്ഞപ്പോൾ 60 കിട്ടി, ഒരു പ്രാവശ്യം എറിഞ്ഞപ്പോൾ 6 കിട്ടി. അപ്പോൾ എത്രയായി? 11 പ്രാവശ്യം എറിയുമ്പോൾ 66 കിട്ടും. ഇനി ബൗണ്ടറികളിൽ നിന്ന് കിട്ടിയ റൺസ് ചോദിക്കുന്നുണ്ട്. ആകെ എത്രയായിരുന്നു? 15 അല്ലേ? അപ്പോൾ 10 പ്രാവശ്യം 4 നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 40 കിട്ടും. ബാക്കിയുള്ളത് 5 പ്രാവശ്യമാണ് അല്ലേ? അപ്പോൾ അവിടെ 5 പ്രാവശ്യം എന്ന് എഴുതി കൊടുക്കുക. 5 പ്രാവശ്യം 4 എത്രയാണ്? 20. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ആകെ ടോട്ടൽ എത്ര പ്രാവശ്യം ഉള്ളത്? 15 പ്രാവശ്യം. 15 പ്രാവശ്യം 4 60. ഓക്കെ, അപ്പോൾ 66 പ്ലസ് 60 126 എന്ന് നമുക്ക് ഉത്തരവും കിട്ടും. ഇനി ഇവിടെ സൈഡിലുള്ള പ്രവർത്തനങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? 15 ഇൻറ്റു 1 എന്ന് പറയുന്നത് 15, 15 ഇൻറ്റു 2 എന്ന് പറയുന്നത് 30, 15 ഇൻറ്റു 3 45, 15 ഇൻറ്റു 4 60, 15 ഇൻറ്റു 5 75. ഇനി ഗുണിക്കാതെ നമുക്ക് കണക്കാക്കാം. 29 ഇൻറ്റു 8 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 20 ഇൻറ്റു 8 എത്രയാണ്? 160 ആണല്ലേ? പിന്നെ എത്രയും കൂടെ ഉള്ളത്? പിന്നെ അവിടെ 9 ആണുള്ളത്. 9 ഇൻറ്റു 8 കൂടെ നമ്മൾ നോക്കുക. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. എത്രയാണ് കൂട്ടുകാരെ ഉത്തരം എന്ന് പറയുന്നത്? 232 ആണ്. അപ്പോൾ ആൻസർ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതി കൊടുക്കുക? 232 എന്ന് എഴുതി കൊടുക്കുക. ഇനി 30 ഇൻറ്റു 8 ആണ്. അപ്പോൾ 232ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 8ഉം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് 240 എന്ന് കിട്ടും. ഇനി 31 ഇൻറ്റു 8, അപ്പോൾ എന്ത് ചെയ്യുക? 240ൻ്റെ കൂടെ വീണ്ടും 8 കൂട്ടുക. അപ്പോൾ 248 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് എന്താണ്? 50 ഇൻറ്റു 5 ആണ് അല്ലേ? 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ നമ്മളവിടെ കൂട്ടിച്ചേർത്താൽ മതി. ഇനി 51 ഇൻറ്റു 5 അപ്പോൾ എത്രയായിരിക്കും? ഇതിൻ്റെ കൂടെ 5 കൂട്ടുക, 255 എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ 52 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 255ൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടുക, 260 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് മനക്കണക്കായിട്ട് തന്നെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത 137ാമത്തെ പേജിലുള്ളതാണ്. വളയുടെ വിലയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു ഡസൻ വളയ്ക്ക് 25 രൂപയാണ്. മീനു 4 ഡസൻ ചുവപ്പ് വളയും 3 ഡസൻ നീല വളയും വാങ്ങി. ആകെ വില എത്ര രൂപയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ള ചുവപ്പ് വള നമുക്ക് നോക്കാം. 25 രൂപയാണ് ഒരു വളക്ക്. അപ്പോൾ എത്ര വാങ്ങിച്ചു? 4 ഡസൻ വാങ്ങിച്ചു അല്ലേ? 25 ഇൻറ്റു 4. ഇവിടെ എത്രയാണ്? 25 ഇൻറ്റു 4, 25ഉം 25ഉം 50 ആയി അല്ലേ? പിന്നെ 50ഉം 50ഉം 100 ആയി. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100 എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ വാങ്ങിക്കുന്നത് നീല വളയാണ്. അപ്പോൾ അത് വാങ്ങിച്ചത് 3 പ്രാവശ്യമാണ് വാങ്ങിച്ചത്. അപ്പോൾ എത്രയാണ്? 75 രൂപയായി. ഇനി ആകെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? 100 പ്ലസ് 75 ചെയ്തു നോക്കുക. എത്രയായി? 175 എന്ന് കിട്ടും. ഇനി മറ്റൊരു രൂപത്തിൽ നമുക്കിതിനെ നോക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യാം? ഇവിടെ 4ഉം 3ഉം എത്രയാണ്? 7 ആണല്ലേ? അപ്പോൾ ആകെ 7 ഡസനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 25 രൂപയ്ക്ക് 7 ഡസൻ വാങ്ങിച്ചു. എത്ര കിട്ടും നമുക്ക്? 25 ഇൻറ്റു 7 എന്ന് പറയുന്നത് 25 ഇൻറ്റു 5 ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ 2 കൂടെ കൂട്ടി നോക്കാം. അല്ലെങ്കിൽ 25 ഇൻറ്റു 7 കൂട്ടുമ്പോൾ നമുക്ക് 175 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 175 രൂപയാണ് ആകെ ആയിട്ടുള്ളത്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 വളയാണ് നമുക്കറിയാം അല്ലേ? ഇനി താഴെയുള്ള പട്ടിക നമുക്ക് പൂരിപ്പിക്കാം. 1 ഇൻറ്റു 6 6, 2 ഇൻറ്റു 6 12, 3 ഇൻറ്റു 6 6ൻ്റെ ഗുണിത പട്ടികയാണ്. 3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 18, 4 ഇൻറ്റു 6 സമം 24, 5 ഇൻറ്റു 6 സമം 30, 6 ഇൻറ്റു 6 സമം 36, 7 ഇൻറ്റു 6 സമം 42,
8 ഇൻറ്റു 6 സമം 48. ദെൻ 9 ഇൻറ്റു 6 സമം എത്രയാണ്? 54. 10 അവിടെ കൊടുത്തിട്ടില്ല, 9 വരെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് 10 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ് അല്ലേ? 10 ഇൻറ്റു 6 എന്ന് പറയുന്നത് 60 ആണ്. 20 ഇൻറ്റു 6 എന്ന് പറയുന്നത് 120 ആണ്. അങ്ങനെയാണെങ്കിൽ 30 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 3 ഇൻറ്റു 6 18 ആണ്. അപ്പോൾ 30 ഇൻറ്റു 6 180 ആണ്. ഇനി 40 ഇൻറ്റു 6 എത്രയായിരിക്കും? 24 ആണ്. 4 ഇൻറ്റു 6 അപ്പോൾ 240. ഇനി 50 ഇൻറ്റു 6 എത്രയാണ്? 5 ഇൻറ്റു 6 36. അപ്പോൾ 50 ഇൻറ്റു 6 360. ഇനി 36 അല്ല 30 ആണല്ലേ? അപ്പോൾ 300 ആണ്. 300. 60 ഇൻറ്റു 6 ആണ് 360 എന്ന് പറയുന്നത്. ഇനി 70 ഇൻറ്റു 6 നോക്കാം. 7 ഇൻറ്റു 6 42. അപ്പോൾ 70 ഇൻറ്റു 6 420. ഇനി 80 ഇൻറ്റു 6 എത്രയായിരിക്കും? 8 ഇൻറ്റു 6 48. അപ്പോൾ 80 ഇൻറ്റു 6 480. ഇനി 90 ഇൻറ്റു 6 എത്രയാണ്? 9 ഇൻറ്റു 6 54. അപ്പോൾ 90 ഇൻറ്റു 6 540. ഓക്കെ. ഇനി ഇവിടെ അടുത്ത് ചോദിക്കുന്നുണ്ട് 4 ഇൻറ്റു 6 മനക്കണക്കായിട്ട് കണക്കാക്കാമോ എന്നാണ് ചോദിക്കുന്നത്. 40 ഇൻറ്റു 6 ആദ്യം കണക്കാക്കണം അല്ലേ? 40 ഇൻറ്റു 6 എത്രയാണ്? 4 ഇൻറ്റു 6 24. അപ്പോൾ 240. 4 ഇൻറ്റു 6 നമുക്കറിയാം 24 ആണ്. അപ്പോൾ 240 24 കൂടെ കൂട്ടി നോക്കുക, എത്ര കിട്ടും? 264 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 44 ഇൻറ്റു 6 264. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് ഇതേപോലെ 7, 8, 9 എന്നീ സംഖ്യകളുടെ ഗുണനക്രിയകൾ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങളത് എഴുതി നോക്കുക. അടുത്തത് മനക്കണക്കായിട്ട് നോക്കൂ എന്നുള്ളതാണ്. 110 ഇൻറ്റു 6 ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 100 ഇൻറ്റു 6 കണക്കാക്കണം. 100 ഇൻറ്റു 6 എത്രയായിരിക്കും? 1 ഇൻറ്റു 6 6. ഇവിടെ 2 0 ഉണ്ട്. ആ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 600 എന്ന് കിട്ടും. പിന്നെ എന്തും കൂടെ ഉണ്ട്? അവിടെ 10 കൂടെ ഉണ്ട് അല്ലേ? 10 ഇൻറ്റു 6 എത്രയാണ്? 60 ആണ്. നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 600ഉം 60ഉം കൂടെ നമ്മൾ കൂട്ടി നോക്കുക, എത്ര കിട്ടും? 660 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 52 ഇൻറ്റു 6 ആണ്. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 50 ഇൻറ്റു 6 ചെയ്യുക. 50 ഇൻറ്റു 6 5 ഇൻറ്റു 6 എത്രയാണ്? 30 ആണ്. ബാക്കി ഒരു 0 അവിടെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 300 ആയി. ഇനി 2 ഇൻറ്റു 6 ആണുള്ളത്. 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക. 300 പ്ലസ് 12 എത്രയായി? 312 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് നോക്കാം. 38 ഇൻറ്റു 6 ആണ്. അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 30 ഇൻറ്റു 6 നോക്കുക. 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് 18. ബാക്കി 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 180 ആവും. അതുപോലെ 8 ഇൻറ്റു 6 എന്ന് പറയുന്നതാണ് അവിടെ ബാലൻസ് ഉള്ളത് അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 6 എത്രയാണെന്നും കൂടെ അവിടെ കണക്കാക്കുക. എത്ര കിട്ടും? 48 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ 180ഉം 48ഉം കൂടെ നമ്മൾ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 180ഉം 48ഉം കൂടെ കൂട്ടുമ്പോൾ 228 എന്ന് കിട്ടും. ഓക്കെ, 228. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കൂ, മനക്കണക്കായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് പൂക്കളം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഉത്തരങ്ങളെ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നോക്കൂ, ഇവിടെ 15 എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്. 5 ഇൻറ്റു 3 ആണ് 15 എന്ന് പറയുന്നത്. അതുപോലെ 5 ഇൻറ്റു 7 ആണ് 35 എന്ന് പറയുന്നത്. 5 ഇൻറ്റു 6 എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. 5 ഇൻറ്റു 6 എത്രയാണ്? 30 ആണ്. അപ്പോൾ ഇവിടെ 30 എന്ന് ഉത്തരം വരും. ഇനി 5 ഇൻറ്റു 12 ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 5 ഇൻറ്റു 10 നോക്കണം അല്ലേ? എത്രയാണ്? 50 എന്ന് വരും. പിന്നെ ഉള്ളത് എത്രയാണ് അവിടെ ഉള്ളത്? പിന്നെ 2 ഇൻറ്റു 5 ആണ് ഉള്ളത്. 2 ഇൻറ്റു 5 എത്ര വരും? 10 എന്ന് വരും. അപ്പോൾ 50ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ 60 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 60 ആണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. 5 40 കിട്ടണമെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 40 കിട്ടുന്നത്? നമുക്കറിയാം 8 ഇൻറ്റു 5 ആണ് 40 അല്ലേ? അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. 8 ഇൻറ്റു 5 40 ആയി. ഇനി 15 ഇൻറ്റു 5 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 10 ഇൻറ്റു 5 ചെയ്തു നോക്കണം. 10
10 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 50 പിന്നെയുള്ളത് 5 ആണ്. 5 × 5 എന്ന് പറയുന്നത് 25 അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 75. അപ്പോൾ ഇവിടുത്തെ സംഖ്യ 75. ഇനി 5 50 കിട്ടണമെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 50 കിട്ടുന്നത്. 5 × 10 50. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് 5 × 17 85 ആണെന്ന്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു നോക്കി അല്ലേ? അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റേത് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതിന് താഴെയുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് ക്രമം തുടരുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. 3, 6, 9 നമുക്കറിയാം ഇത് 3ൻ്റെ ടേബിൾ ആണല്ലേ. അപ്പോൾ 3, 6, 9 അത് കഴിഞ്ഞ് എത്ര കിട്ടും? അത് കഴിഞ്ഞാൽ വരുന്നത് 12, 15 പിന്നെ വരുന്നത് 18. ഇനി 4, 8 4ഉം 8ഉം എന്താണ്? 4ൻ്റെ ടേബിൾ ആണല്ലേ. അപ്പോൾ 4, 8 അത് കഴിഞ്ഞാൽ 12 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ 16, 20, 24 പിന്നെ 28 എന്നിങ്ങനെ വരും. ഇനി 27, 36, 45 കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 36 നിന്ന് 27 കുറക്കുമ്പോൾ നമുക്ക് കിട്ടും 9 ആണല്ലേ. അപ്പോൾ ഈ 27 നിന്നും 9 കൂടിയിട്ടുള്ളതാണ് 36 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 9 കൂടിയതാണ്, ഇതിനോട് 9 കൂടിയതാണ് 45. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 45നോട് 9 കൂടിയതായിരിക്കും അല്ലേ. അപ്പോൾ 45 നിന്നും 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 54 എന്ന് കിട്ടും. പിന്നെ 63 എന്ന് കിട്ടും. അതിനുശേഷം 72 എന്ന് കിട്ടും. അഥവാ 9ൻ്റെ ടേബിൾ നോക്കിയാൽ മതി. അടുത്തത് 45, 40, 35 അവിടെ 5 വീതം കുറഞ്ഞു വരികയാണ്. അപ്പോൾ 35 നിന്നും 5 കുറച്ചാൽ 30 കിട്ടും. 30 നിന്നും 5 കുറച്ചാൽ 25 കിട്ടും. 25 നിന്നും 5 കുറച്ചാൽ 20 കിട്ടും. ഇനി 15, 30, 45 അവിടെ എന്താണ്? 15 വീതം കൂടി വരികയാണ് അല്ലേ. അപ്പോൾ 45നോട് 15 കൂടുമ്പോൾ എത്രയായിരിക്കും? 60 കിട്ടും. 60നോട് 15 കൂടുമ്പോൾ 75 കിട്ടും. 75നോട് 15 കൂടുമ്പോൾ 90 കിട്ടും. ഇനി 25, 50 അവിടെ എത്രയാണ്? 25 ആണ് കൂടി വരുന്നത്. 50നോട് 25 കൂടിയതാണ് 75. 75നോട് 25 കൂടുമ്പോൾ 100 കിട്ടും. 100നോട് 25 കൂടുമ്പോൾ 125 കിട്ടും. 125നോട് 25 കൂടുമ്പോൾ 150 കിട്ടും. അടുത്തത് ഈസിയാണ്. 100, 200, 300, 400 അത് കഴിഞ്ഞ് 500 ദെൻ 600 ദെൻ 700. ഓക്കെ, ഇനി ഞാൻ കണ്ടെത്തിയ പാറ്റേൺ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പാറ്റേൺ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒക്കെ പാറ്റേൺ ഉണ്ടാക്കാം. നമുക്ക് ഈസി ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കാം. 10, 20, 30, 40. ഓക്കെ, ഇതൊരു പാറ്റേൺ ആണല്ലേ. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. 50, 100 50 വീതം കൂടിയിട്ട് 150, 200. ഇത് നമുക്കുണ്ടാക്കാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വലുതൊരെണ്ണം ഉണ്ടാക്കാം. 1000, 2000, 3000, 4000. അതുപോലെ ഇനി വേറെ ഇതുണ്ടാക്കാം. നമുക്ക് 6, 12, 18, 24 6ൻ്റെ ടേബിൾ എഴുതാം അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. അടുത്തത് പേജ് നമ്പർ 139 ആണ്. ഓക്കെ, മേരുവിൻ്റെ സ്കൂളിലെ ഗണിതമേളയോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ 6 കുട്ടികൾ ജയിച്ചു. അവർക്ക് സമ്മാനമായി പുസ്തകം കൊടുത്തു. ഒരു പുസ്തകത്തിന് 100 രൂപയാണ് വില. 6 എണ്ണം വാങ്ങിയപ്പോൾ ഒന്നിന് 5 രൂപ വീതം കുറച്ചു. ആകെ എത്ര രൂപ കൊടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? പുസ്തകത്തിൻ്റെ വില 100 ആണല്ലേ. പുസ്തകത്തിൻ്റെ വില 100 രൂപ. ഇനി കുറച്ചത് എത്രയാണ്? ഓരോ ബുക്കിനും 5 രൂപ വീതം കുറച്ചു അല്ലേ. അപ്പോൾ കുറച്ചത് 5 രൂപയാണ്, അഥവാ 100ൽ നിന്നും 5 രൂപ കുറച്ചു. അപ്പോൾ എത്രയായി? 95 രൂപയാണ് അവിടെ കുറച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വാങ്ങിച്ചത് എത്ര ബുക്കായിരുന്നു? 6 ബുക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ വില കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആകെ വില സമം 6 × 95 ചെയ്തു നോക്കണം അല്ലേ. 6 × 95 ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടുന്നത്. ഇനി 6 × 95 ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാമല്ല, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? 90 × 5 പ്ലസ് 5 × 6 ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 570 ആണ്. കൂട്ടുകാർക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തു നോക്കാവുന്നതാണ്. വേണമെങ്കിൽ കൂട്ടുകാർ കണക്കാക്കിയ രീതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് ഇത് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എത്രയാണ്? ആദ്യം ചെയ്യേണ്ടത് 90 × 5 ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം? 90 × 5. ഓക്കെ, 90 × 5 = 450 കിട്ടും. പിന്നെ എത്രയാണുള്ളത്? 5 ആണല്ലേ.
സോറി 6 ഇവിടെ 6 വരേണ്ടത്. അപ്പോൾ 90 ഇൻറ്റു 5 നമ്മൾ നോക്കേണ്ടത്. അവിടെ എത്ര നോക്കണം നമ്മൾ? 6 നോക്കണം അല്ലേ. അപ്പോൾ 90 ഇൻറ്റു 6 ആദ്യം ചെയ്യുക. 90 ഇൻറ്റു 6 എന്ന് പറയുന്നത് 540 എന്ന് കിട്ടും. 540. പിന്നെ ഉള്ളത് ഇവിടെ എത്രയാണ്? ഇനിയുള്ളത് 5 ഇൻറ്റു 6 ആണല്ലേ. അപ്പം 5 ഇൻറ്റു 6 ഈക്വൽ ടു എത്ര കിട്ടും? 30. ഇനി എന്ത് ചെയ്യുക? 540 പ്ലസ് 30 ചെയ്യുക. അപ്പം 570 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 570 അവിടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഒരു പുസ്തകത്തിന് കൊടുത്ത വില എത്രയായിരുന്നു? 95 രൂപയാണ് കൊടുത്തത് അല്ലേ. പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്? 6 പുസ്തകമാണ്. ആകെ വില എന്ന് പറയുന്നത് 570 രൂപയാണ്. ഇനി ഇതിന് താഴെയുള്ള നോക്കാം നമുക്ക്. പുസ്തകങ്ങളുടെ വിലയായി കച്ചവടക്കാരന് ഏതൊക്കെ നോട്ടുകളാവും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ആകെ എത്രയായിരുന്നു? 570 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ആകെ പൈസ എന്ന് പറയുന്നത് 570 ആണ്. അപ്പോൾ 500ൻ്റെ ഒരു നോട്ട് കൊടുത്തു. അപ്പോൾ എത്ര രൂപയായി? 500 രൂപ അപ്പം തന്നെ ആയി. 50ൻ്റെ ഒരു നോട്ട് കൊടുത്തു. അപ്പോൾ 50 രൂപയായി. 10ൻ്റെ 2 നോട്ട് കൊടുക്കുമ്പോൾ 20 രൂപയായി. അപ്പോൾ 500ഉം 50ഉം 550ഉം പ്ലസ് 20ഉം 570 രൂപയായി. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? 200ൻ്റെ 2 നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 400 രൂപയായി അല്ലേ. അതുപോലെ 100ൻ്റെ ഒരു നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 100 രൂപയായി. അപ്പോൾ 500 ആയില്ലേ. ഇനി 10ൻ്റെ 5 നോട്ട് കൊടുത്തു. 10ൻ്റെ 5 നോട്ട് കൊടുക്കുമ്പോൾ എത്രയായി? 50 രൂപയായി. അപ്പോൾ 550 ആയല്ലേ. ഇനി 20ൻ്റെ എന്ത് കൊടുത്തു? 20ൻ്റെ ഒരു നോട്ടും കൊടുത്തു. അപ്പോൾ എത്രയായി? 500ഉം 550ഉം 570 ആയി. അപ്പോൾ ഈ രീതിയിലും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ എഴുതിയാലും പ്രശ്നമില്ല. പക്ഷെ എന്താണ്? 570 നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിന് താഴെയുള്ളതിലേക്ക് കിടക്കാം. അടുത്തത് കച്ചവടക്കാരന് കൊടുത്തത് 10 നോട്ടുകൾ ആണ്. ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാവും കൊടുത്തിട്ടുള്ളത് അല്ലേ. ആദ്യം 100 രൂപയുടെ 5 നോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. 5 നോട്ടായി അല്ലേ. പിന്നെ 10 നോട്ടാവണമല്ലോ. 20 രൂപയുടെ 2 നോട്ട് കൊടുത്തു. 10 രൂപയുടെ 3 നോട്ടും കൊടുത്തു. അപ്പോൾ 5ഉം 2ഉം 7ഉം 3ഉം 10ആയി. ഇനി നമുക്ക് നോക്കാം. 10 നോട്ടുകളായി. 100ൻ്റെ 5 നോട്ട് കൊടുക്കുമ്പോൾ 500 രൂപയായി. 20ൻ്റെ 2 നോട്ട് കൊടുക്കുമ്പോൾ 40 രൂപയായി. പിന്നെ 10ൻ്റെ 3 നോട്ട് കൊടുക്കുമ്പോൾ അവിടെ 30 രൂപയായി. അപ്പം 500ഉം 540ഉം 30 എന്ന് പറഞ്ഞാൽ 570 രൂപയായി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഉത്തരം കണക്കാക്കാം. ഇനി വേറെ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഇനി താഴെയുള്ള ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന അടുത്ത പ്രവർത്തനത്തിലേക്കാണ് നടക്കുന്നത്. മീനു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായി അലങ്കാര സെറ്റുകൾ 3 പാക്കറ്റ് വാങ്ങി. ഓക്കെ, 3 പാക്കറ്റ് അലങ്കാര സെറ്റുകൾ വാങ്ങി. ഒരു പാക്കറ്റിന് 98 രൂപയാണ് വില. ആകെ എത്ര രൂപയായി എന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ പറഞ്ഞു എത്രയാണ്? ഒരെണ്ണത്തിന് 98 രൂപയാണ് അല്ലേ. 98 രൂപ വെച്ചിട്ട് 3 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ 98 ഇൻറ്റു 3 നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 90 ഇൻറ്റു 3 നോക്കാം. 3 ഇൻറ്റു 9 എത്രയാണ്? 27. 0 ഇട്ട് കൊടുക്കുക. 270 ആയി. ഇനി ബാക്കിയുള്ളത് 8 ഇൻറ്റു 3 ആണ്. 8 ഇൻറ്റു 3 നമുക്കറിയാം 24 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 270 പ്ലസ് എത്രയുണ്ട്? 24. 294 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. മറ്റൊരു രീതി അവിടെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അതെങ്ങനെ തന്നെ എഴുതാം? നമുക്ക് 98നെ 3 പ്രാവശ്യം നമുക്ക് കൂട്ടി നോക്കാം. 98 പ്ലസ് 98 പ്ലസ് 98. അപ്പോഴും 294 നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഇനി ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അടുത്തത്? വിലയിരുത്തൽ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഫുട്ബോൾ സ്റ്റേഡിയത്തെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു വരിയിൽ 99 പേർക്ക് ഇരിക്കാം. സ്റ്റേഡിയത്തിന് 10 വരിയാണുള്ളത്. ആകെ എത്ര പേർക്ക് ഇരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 99ൻ്റേതാണ് അല്ലേ. 99 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. 10 എണ്ണമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? 90 ഇൻറ്റു 10 പ്ലസ് എന്ത് ചെയ്യുക? 9 ഇൻറ്റു 10 ചെയ്ത് നോക്കുക. അപ്പോൾ 90 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാണ്? 900 എന്ന് കിട്ടും. പ്ലസ് 9 ഇൻറ്റു 10 90. എത്രയായി? 990 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. ഇനി ഒരു വരിയിൽ 100 സീറ്റ് ആയിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമായിരുന്നു? വളരെ സിമ്പിളാണ്. ഒരു വരിയിൽ 100 സീറ്റാണ് അല്ലേ.
അങ്ങനെ 10 വരിയാണുള്ളത്. അപ്പോൾ 100 സീറ്റ് ഉണ്ട്, 10 വരിയും ഉണ്ട്. 100 × 10, 1 × 1 എത്രയാണ്? 1. ബാക്കി എത്ര പൂജ്യം ഉണ്ട് ഇവിടെ? 3 പൂജ്യങ്ങൾ ഒരുമിച്ചിടുക. അപ്പോൾ 1000 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയുവാൻ ഓരോ വരിയിൽ നിന്നും 4 വീതം സീറ്റുകൾ ഇളക്കി മാറ്റിയ സ്റ്റേഡിയത്തിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരിക്കും? അപ്പോൾ ആകെയുള്ളത് എത്രയാണ്? അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 100 ആയിരുന്നു അല്ലേ? 100 സീറ്റുകളാണ്. അതിൽ നിന്നും എത്ര സീറ്റുകൾ? 4 സീറ്റുകൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 100ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 96 സീറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 96 സീറ്റുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? 10 നിരയാണുള്ളത്. അപ്പോൾ 96 × 10 എത്രയാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ 96 × 10, 96 × 10 എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 960 ആണ്. ഓക്കെ, 960 സീറ്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം നമുക്ക്. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം ഏത് തീയതി എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. 2024 ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച 7-ാം തീയതിയാണ്. ആദ്യത്തെ തിങ്കളാഴ്ച ഏതാണ്? 7-ാം തീയതിയാണ് അല്ലേ? 4-ാമത്തെ തിങ്കളാഴ്ച ഏത് തീയതിയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, 7-ാം തീയതിയാണ് ആദ്യത്തെ തിങ്കളാഴ്ച അല്ലേ? 7-ാം തീയതി ആദ്യത്തെ തിങ്കളാഴ്ച, രണ്ടാമത്തെ തിങ്കളാഴ്ച 14 വന്നു. ഇനി എന്ത് ചെയ്യുക? 14ൻ്റെ കൂടെ നമ്മൾ 7ഉം കൂടെ കൂട്ടി നോക്കുക. 14ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ ഏത് കിട്ടും? 21 കിട്ടും അല്ലേ? അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് 21 ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 7ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ 28 കിട്ടും. അപ്പോൾ 28 ആണ് 4-ാമത്തെ തിങ്കളാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ 28 എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം എത്ര വാഴ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മീനു തൻ്റെ വാഴത്തോട്ടത്തിൽ ഒരു വരിയിൽ 7 വാഴ നട്ടു. ഒരു വരിയിൽ 7 വാഴ നട്ടു. ഇത്തരം 8 വരികളിലാണ് നട്ടിട്ടുള്ളത്. 8 വരികളിലായി ഒരു വരിയിൽ 9 വാഴ വീതം നട്ടാൽ ആകെ എത്ര വാഴകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 7 വരിയിൽ വാഴ നട്ട് കഴിഞ്ഞാൽ 7 × 8 എത്ര ഉണ്ടായിരിക്കും? 56 വാഴകൾ ഉണ്ടായിരിക്കും. ഇനി ഒരു വരിയിൽ 9 എണ്ണം നട്ട് കഴിഞ്ഞാലോ? 8 വരിയാണ് ആകെ ഉള്ളത്. അപ്പോൾ 8 × 9 എന്ന് പറയുമ്പോൾ എത്ര വാഴകളായി അവിടെ? 8 × 9 എന്ന് പറയുമ്പോൾ 72 വാഴകളായി. അപ്പോൾ 72 വാഴകൾ. അപ്പോൾ നമുക്ക് 9 വെച്ചിട്ട് നടുമ്പോൾ 72 വാഴകളും 8 വെച്ച് നടുമ്പോൾ 56 വാഴകളും നമുക്ക് നടാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം ഗണിത ക്വിസ് എന്നുള്ളതാണ്. മീനുവിൻ്റെ സ്കൂളിലെ ഈ മാസത്തെ ഗണിത ക്വിസിൽ 8 പേരാണ് ജയിച്ചത്. അവർക്ക് പഠനോപകരണം വിതരണം നൽകാൻ തീരുമാനിച്ചു. കിറ്റിലെ 6 ഇനങ്ങൾക്ക് മിക്കി സ്റ്റോഴ്സിലെയും ഡോറ സ്റ്റോഴ്സിലെയും വിലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. മിക്കി സ്റ്റോഴ്സ് അതുപോലെ തന്നെ ഡോറ സ്റ്റോഴ്സ് ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇനി സമ്മാനങ്ങൾ ഏത് കടയിൽ നിന്നും വാങ്ങുന്നതാണ് മിച്ചം എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇതിൻ്റെ വില വിവരം നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലേ? ഇവിടെ നോക്കൂ, മിക്കി സ്റ്റോഴ്സിലുള്ളത് ആദ്യം 5 രൂപയുടെ പെൻസില്, അതുപോലെ തന്നെ 8 രൂപയുടെ പേന, 3 രൂപയുടെ റബ്ബറ്, പ്ലസ് 7 രൂപയുടെ സ്കെയില്, 30 രൂപയുടെ സ്കെച്ച്, 10 രൂപയുടെ എന്തുകൂടെയുണ്ട്? ക്രയോൺ. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. 5ഉം 8ഉം എത്രയായി? 13, 13, 3, 6, 16, 16ഉം 7ഉം എത്രയായി? 16 പ്ലസ് 7 പ്ലസ് എത്രയുണ്ട്? 23, 23ഉം 30ഉം 53, 53ഉം പിന്നെ എത്രയുള്ളത്? 10ഉം ആണുള്ളത് അല്ലേ? 10ഉം കൂടെ കൂട്ടുമ്പോൾ 63 എന്ന് കിട്ടും. അപ്പോൾ ആകെ 63 രൂപയാണ് ഇവിടെ സാധനങ്ങൾക്ക് വില. ഇനി ഡോറ സ്റ്റോഴ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ 4 രൂപയുടെ പെൻസില്, 10 രൂപയുടെ പെന്ന്, 3 രൂപയുടെ കട്ടർ, 9 രൂപയുടെ സ്കെയില്, 27 രൂപയുടെ സ്കെച്ച് പെന്ന്, 8 രൂപയുടെ ക്രയോൺ എല്ലാം കൂടി കൂട്ടുമ്പോൾ 61 രൂപ കിട്ടും. അപ്പോൾ ഇവിടെ ഏതാണ് മെച്ചം എന്ന് പറയുന്നത്? ഡോറയുടേതാണല്ലോ. അപ്പോൾ അവിടെ ഡോറ സ്റ്റോഴ്സ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, 8 പേർക്കുള്ള സമ്മാനം ഡോറ സ്റ്റോഴ്സിൽ നിന്നും വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അവിടെ ആകെ എത്രയാണ്? 61 ആണുള്ളത് അല്ലേ? 61 രൂപയാണ് ആവുന്നത്.
അങ്ങനെ 8 നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ 61 × 8 ചെയ്ത് നോക്കുക. ആദ്യം എന്ത് ചെയ്യുക, 6 × 8 ചെയ്യുക, അതിനുശേഷം 1 × 8 ചെയ്യുക. അപ്പോൾ എന്തായാലും ഉത്തരം എന്ന് പറയുന്നത് 61 × 8 എന്ന് പറയുന്നത് 488 രൂപയാണ് ആകുന്നത്. ഇനി മിക്കി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുകയാണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ 63 × 8 എന്ന് വരും അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 63 × 8 ഉത്തരം 504 രൂപ മിക്കി സ്റ്റോഴ്സിൽ ആകുന്നതാണ്. വില വിവരം നോക്കി 2 കടകളിൽ നിന്നുമായാണ് സാധനങ്ങൾ തിരഞ്ഞെടുത്തത്. വാങ്ങിയ സാധനങ്ങളുടെ പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? നമുക്കൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കണം. താഴെ നോക്കാം, സാധനങ്ങൾ, വില. അപ്പോൾ പെൻസിൽ നമ്മൾ 2 കടയിൽ നിന്ന് വാങ്ങിക്കും അല്ലേ. അപ്പോൾ പെൻസിൽ ആദ്യം എഴുതാം. എത്ര രൂപയാവും? 4 രൂപയാകും. പെന്നിന് 8 രൂപ. റബ്ബറിന് 3 രൂപ. സ്കെയിലിന് 7 രൂപ. സ്കെച്ച് പെന്ന് 27 രൂപ. ക്രയോണ് 8 രൂപ. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ, എത്ര ആവുന്നുണ്ട്? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 51 രൂപ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 51 രൂപക്കാണ് അവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ 8 കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ ചിലവാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കിറ്റിന് 57 രൂപയല്ലേ. അപ്പോൾ 8 കിറ്റിന് എത്രയായിരിക്കും? 57 × 8 = 50 × 8 പ്ലസ് എന്ത് 7 × 8 ചെയ്തു നോക്കുക. അപ്പോൾ 50 × 8 എത്രയായിരിക്കും? 50 × 8 എന്ന് പറയുന്നത് 400 എന്ന് കിട്ടും. പ്ലസ് 7 × 8 56. അപ്പോൾ 400 + 56 456 രൂപ. ഓക്കെ, അപ്പോൾ ഇത്രയും രൂപയാണ് ചിലവാകുന്നത്. ഇനി 5ാമത്തെ പ്രവർത്തനം കളം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അത് നോക്കാം. ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം, വരിയായും നിരയായും ഗുണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ 2 × 3 എത്രയാണ്? 6 എന്ന് വരും അല്ലേ. ഒന്നുകൂടെ വലുതാക്കാം. 2 × 3 6 എന്ന് വരും. ഇനി 6ൻ്റെ കൂടെ ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 18 കിട്ടുന്നത്? 3 കൊണ്ടാണ്. 6 × 3 ആണ് 18. ഇനി അടുത്ത് നോക്കൂ, 2 × 1 എത്രയാണ്? 2 തന്നെയാണ്. 2ൻ്റെ കൂടെ ഏത് ഗുണിക്കുമ്പോഴാണ് 18 കിട്ടുന്നത്? 9 ഗുണിക്കുമ്പോഴാണ്. 3 × 3 3 കറക്റ്റാണ്. ഇനി ഇവിടെ 24 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 24 കിട്ടണമെങ്കിൽ ഏത് 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? 6 × 4 ഗുണിച്ചാൽ 24 കിട്ടും അല്ലേ. ഇനി 6 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 സംഖ്യകളെ ഗുണിക്കണം? 3 × 2 6 കിട്ടും. ഇനി അപ്പോൾ ഇവിടെ എത്രയായിരിക്കും എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഏതാണ്? ഇവിടെ 3ൻ്റെ കൂടെ ഏത് ഗുണിക്കുമ്പോൾ ഈ സംഖ്യ കിട്ടും. ആ സംഖ്യ കൊണ്ട് ഇത് ഗുണിക്കുമ്പോൾ എന്തും കിട്ടണം? 24 കിട്ടണം അല്ലേ. അപ്പോൾ 24 കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 സംഖ്യകളാണെന്ന് നമ്മൾ ആദ്യം നോക്കിയാലും മതി. അപ്പോൾ 24 കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 സംഖ്യകളെ ഗുണിക്കണം നമുക്ക്? 24 കിട്ടണമെങ്കിൽ നമുക്ക് 3 × 8 ഗുണിച്ചാൽ 24 കിട്ടും അല്ലേ. അപ്പോൾ 3 × 8 24 കിട്ടും. ഇനി ഇവിടെ 3 ഉത്തരം കിട്ടണമെങ്കിൽ 3ൻ്റെ കൂടെ എന്ത് ഗുണിക്കണം? 1 ഗുണിക്കുക. 3 × 1 3 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 4 എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ 1 × 4 ആണ് 4 എന്ന് പറയുന്നത്. 2 × 4 8 അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളിത് ചെയ്തു നോക്കാൻ. ഇനി അടുത്തത് സമ്മാനം നേടാം എന്നുള്ളതാണ്. മീനുവിനെ സമ്മാനത്തിനടുത്ത് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുന്നത്? 6ൻ്റെ ഗുണിതത്തിലൂടെ പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം 6 കഴിഞ്ഞാൽ 12, 12 കഴിഞ്ഞാൽ എന്ത് വരും? 18, 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ 24, പിന്നെ 30, 36, അതുപോലെ 42, 48, പിന്നെ നേരെ സമ്മാനത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. എല്ലാതും നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 10ാമത്തെ പാഠഭാഗം പങ്കുവെക്കാം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.